എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മസായ് മാരയിലെ രണ്ടാം ദിനത്തിലെ അവസാന നിമിഷങ്ങളാണ്. കാഴ്ചകൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. രാവിലെ വേട്ട കഴിഞ്ഞ് വിശ്രമത്തിലേക്ക് കയറിയ റോങ്കായ് പ്രൈഡുകൾ വീണ്ടും അവയുടെ വയറ് നിറയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സവാന കാടുകളുടെ മനോഹാരിതയും സിംഹക്കൂട്ടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആനക്കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ്. ഏവർക്കും സ്വാഗതം. ടാൻസാനിയ കെനിയൻ ബോർഡറുകളിൽ കുറച്ച് സമയം ചെലവഴിച്ചു. ഇന്നത്തെ കാഴ്ചകളിലുള്ളത് കോമൺവെൽത്തും ഉണ്ടായിട്ട് മിനിറ്റുകൾ മാത്രമായ കുഞ്ഞുമാണ്. ഒപ്പം പ്രൈഡുകളും ബാക്ക്ഗ്രൗണ്ടിൽ ആഫ്രിക്കൻ കാട്ടാനകളുമാണ്. രണ്ടാം ദിവസത്തെ കാഴ്ചകളുടെ അവസാന ഭാഗമാണ്. കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് ഈ യാത്രയിലേക്ക് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഒപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. മുന്നിലെ കാഴ്ചയിൽ കോമൺവെൽത്ത് കാലിന്റെ ചൂട്ടിൽ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം നമുക്ക് കാണാം. ഉണ്ടായിട്ട് മിനിറ്റുകൾ മാത്രമായിട്ടുള്ള കുഞ്ഞ്. അധിക സമയം ജോർജ് അവിടെ നിർത്തിയില്ല. അതിനെ നന്നായി ഒന്ന് പകർത്തുവാനും പറ്റിയിട്ടില്ല. ഒരുപക്ഷെ അതിന്റെ സ്വാതന്ത്ര്യത്തിൽ അധികം നിൽക്കാതെ ജോർജ് മനഃപൂർവ്വം മണ്ടി വിട്ടതാകാം. സമയക്കുറവുണ്ട്. ഗേറ്റ് കിടക്കണം. അതിനു മുമ്പ് ദൂരെ ആ കാഴ്ച മുന്നിലെത്തി. രാവിലെ മുന്നിലെത്തിയ റോങ്കായ് പ്രൈഡുകളാണ് മുന്നിലുള്ളത്. അടുത്തായി ആഫ്രിക്കൻ കാട്ടാനകളുമുണ്ട്. റോങ്കായുടെ തലവൻ ഒലോമിനെ കാണുവാനില്ല. എവിടെയോ വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. പ്രൈഡുകൾ ഇര തേടി ഇറങ്ങിയതാണ്. രാവിലത്തെ പന്നി വേട്ട കഴിഞ്ഞ് അവ വിശ്രമത്തിലേക്ക് കടന്നിരുന്നു. അതിനുശേഷമുള്ള പെട്രോളിംഗ് ആണ്. വയറ് നിറയ്ക്കലാണ് ലക്ഷ്യം. രാവിലെ ഇവയ്ക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുമില്ല. കിട്ടിയത് തലവൻ ഒലോമിനെ കൊണ്ടുപോവുകയും ചെയ്തു. മക്കൾ പുല്ലുകൾക്കിടയിൽ എവിടെയോ ഉണ്ട്. പെൺസിംഹങ്ങളുടെ ഇറക്കമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാട്ടാനുള്ള മനോഹരമായ ഫ്രെയിം. സൂര്യാസ്തമയത്തിനുള്ള സമയത്ത് വെളിച്ചം കുറിച്ച് പ്രശ്നമാണ്. എങ്കിലും അവയുടെ ഈ ദൃശ്യങ്ങൾ കിട്ടിയതൊരു ഭാഗ്യമായി തന്നെ കാണുന്നു. ഈ മാരയാത്രയിൽ നമുക്ക് കിട്ടാത്തതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ്. നമ്മൾ കാഴ്ചകളുടെ നിറവിൽ നിൽക്കുമ്പോഴും റോങ്കായികൾ ആനക്കൂട്ടങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റെവിടെയും കണ്ണും നട്ടുള്ള ഇരിപ്പാണ്. ആനക്കൂട്ടങ്ങൾക്കിടയിൽ കുട്ടി ആനകളുണ്ട്. എന്നിട്ടും അവ അതിനെ ലക്ഷ്യം വയ്ക്കുന്നില്ല. കാരണം ആനക്കൂട്ടത്തിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. ഒരു ദയവുമില്ലാതെ ഇവരെ അവ ചവിട്ടിക്കൂട്ടും. പന്നിവേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത അമ്മ സിംഹം പുല്ലുകൾക്കിടയിൽ തല പൊക്കിപ്പിടിച്ച് നേരെ നോക്കിയുള്ള ഇരിപ്പാണ്.
ഈ പുല്ലുകൾക്കിടയിൽ ഇവയുടെ രാത്രി ഭക്ഷണമുണ്ട്. അതിനായിട്ടുള്ള അവരുടെ കാത്തിരിപ്പിൽ നമുക്ക് കിട്ടിയ ഫ്രെയിം കിടിലനായിരുന്നു. സ്വർണ്ണ നിറത്തിൽ ആ പുല്ലുകൾക്കിടയിലെ സിംഹക്കൂട്ടങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ ആനക്കൂട്ടങ്ങളും. മനോഹരമായ ആഴ്ച ഇന്നും മനസ്സിൽ മായാതെ തന്നെ കിടക്കുന്നുണ്ട്. ആനക്കൂട്ടങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വയറു നിറയ്ക്കാനുള്ള ഭക്ഷണം അകത്താക്കി അവ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവയെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവയുടെ കൂട്ടം വലുതാണെങ്കിൽ അധികം ഭയപ്പാടില്ലാതെയാണ് അവയുടെ ജീവിതവും. എന്നാൽ ഒറ്റപ്പെട്ടു പോകുന്നവ കുറച്ച് ഭയത്തോടെയാണ് കഴിയാറുള്ളത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള പിടിയാനകൾ മക്കൾ യൗവനക്കാരാകുന്നത് വരേക്കും ഭയപ്പാടിൽ തന്നെയാണ്. ആ ഭയപ്പാടിൽ അവർ കഴിയുന്നതും ആ കുഞ്ഞുങ്ങൾ വളരുന്നതുമെല്ലാം വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയാണ് അവരുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. ആഫ്രിക്കൻ കാടുകളിലെ രാജാക്കന്മാരെങ്കിലും സിംഹക്കൂട്ടങ്ങളിൽ ഇതേ ഭയപ്പാടുണ്ട് എന്നതാണ്. മറ്റു പ്രൈഡുകളിൽ നിന്നും ഹൈനകൾ പോലുള്ള ഇരപിടയന്മാരിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ജീവിതങ്ങളിലും ഇതേ ഭയപ്പാട് പ്രകടമാണ്. സിംഹരാജാക്കന്മാർ ആവട്ടെ അവരുടെ സ്ഥാനവും ആഹാരവും ടെറിട്ടറിയും സ്വന്തം പ്രൈഡുകളെയും നിലനിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലുമാണ്. ഇങ്ങനെയാണ് ഇവയുടെ ജീവിതം. എത്രയൊക്കെ പോരാടിയാലും മറ്റൊരു ശക്തൻ ഒരു നാൾ അവയെ കീഴടക്കും. വന്യതയുടെ വന്യമായ ഒരു മുഖമാണിത്. ആനക്കൂട്ടങ്ങൾ നടപ്പ് തുടരുന്നു. രണ്ട് ആനകൾ നേർക്ക് നേർ കൊമ്പുകൾ കോർക്കുന്നുണ്ട്. യുദ്ധമല്ല, സൗഹൃദ കൊമ്പുകോർക്കലാണ്.
കൊമ്പുകളുടെ വളർച്ചയ്ക്കും മിനുക്കത്തിനുമെല്ലാം ഇത് നല്ലതാണ്. കൊമ്പുകൾ വളരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയ്ക്കും ഈ കൊമ്പ് കോർക്കൽ അവയ്ക്ക് പ്രയോജനം നൽകും. ശക്തമായ കൊമ്പുകോർക്കലാണ് നടക്കുന്നത്. കൊമ്പുകൾ കോർത്തു വലിക്കുമ്പോൾ ആനകളുടെ കൊമ്പുകളുടെ അറ്റം ഒടിഞ്ഞും പൊട്ടിയും ഒക്കെ പോകാറുണ്ട്. എങ്കിലും ഇതവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കൊമ്പുകൾ പൊട്ടുന്നതോ അടർന്നു പോകുന്നതോ ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. Can I go closer or here is okay? This time. It's okay. ഇന്ത്യൻ പിടിയാനകൾക്ക് കൊമ്പുകളില്ല. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള കൊമ്പുകോർക്കൽ കാണുവാൻ സാധിക്കുകയുമില്ല. എന്നാൽ ആഫ്രിക്കൻ കാട്ടാനകൾ അങ്ങനെയല്ല. പിടിയാനകൾക്ക് ഉഗ്രം കൊമ്പുകളുണ്ട്. ഒറ്റ നോട്ടത്തിൽ പിടിയേതെ കൊമ്പനെന്ന് തിരിച്ചറിയാൻ പറ്റാതെയും വരാറുണ്ട്. റോങ്കൈ പ്രൈഡുകളും കാട്ടാനക്കൂട്ടങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ തിരിച്ചു പോകേണ്ടതായി വന്നു. സമയം കടന്നു പോയിരിക്കുകയാണ്. റോങ്കായികളുടെ അടുത്ത വേട്ട കാണാൻ സമയമില്ല. ദിവസങ്ങൾ ബാക്കിയാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നോണ്ട്. ഈ കാഴ്ചയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ യാത്രയിലേക്ക് ഞങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുവാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഒപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീണ്ടും വനവന്യജീവി കാഴ്ചകളുമായി എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.